ശരിക്കും പറഞ്ഞാൽ ഒരു 10 ദിവസത്തെ ഒരു ലീവുണ്ട് കുട്ടികളെ സംബന്ധിച്ച്. ഈ 10 ദിവസത്തെ ലീവ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഈ ഓണം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ദൂരത്തുനിന്ന് പോലും ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂരിലുള്ള വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. മാവേലിയോടൊപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വിസ്മയൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശരിക്കും ഒരു ദിവസം ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരുപാട് കൂട്ടുകാർക്ക് ഒരുപാട് പിന്നെ അതുപോലെ തന്നെ നാട്ടിലുള്ള ഒരുപാട് സംഘടനകൾക്ക് എല്ലാവർക്കും ഒരു ദിവസം വന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ശരിക്കും കണ്ണൂരുകാർക്കല്ല, ചിലപ്പോൾ ഒരുപാട് ദൂരത്ത് ഈ തിരുവനന്തപുരത്തും എറണാകുളത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നിരവധി ആൾക്കാർ വരുന്ന ഒരു വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഒരുപാട് വർഷമായിട്ട് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിഷൻ ചാനലുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയുക, നമുക്ക് പരസ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അപ്പോൾ എന്തായാലും ഒരുപാട് സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചു പൊളിയാണോ എങ്കിൽ വിസ്മയയിലേക്ക് വരാം. മറ്റ് സ്ഥലങ്ങളില്ലാത്ത ഒരുപാട് വെറൈറ്റി റൈഡുകളും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുണ്ട്. ഇത്രമാത്രം റൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതിനുശേഷം കാഴ്ചകളൊക്കെ കാണാം അല്ലേ? അതെ അതെ. വെയ്പൂളും അതുപോലെ ഒരുപാട് പൂൾ സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾക്ക് പൂളിലിറങ്ങണ്ട. ഇല്ല, നീന്താൻ അറിയോ? ഇല്ല പണി കിട്ടും. അത് മാത്രം പഠിച്ചില്ല. അത് ഞാനാത്താവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഞങ്ങളുള്ളത് ഒരുപാട് അന്യ സംസ്ഥാനത്തു നിന്ന് പോലും നിരവധി ആൾക്കാർ എത്തുന്ന ഒരു ദിവസം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചെയ്ത നിതിൻ സാറാണ്. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദൂരത്തുനിന്ന് പോലും അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഉണ്ടെങ്കിലും വിസ്മയെ ഇത്രയധികം ആൾക്കാർ സ്നേഹിക്കാൻ കാരണം എന്താണ്? ഇത് ഒരു റീസണബിൾ പ്രൈസിൽ ആളുകൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരുക്കുക എന്നുള്ളൊരു ഭാഗമായിട്ടാണ് വിസ്മയ പാർക്ക് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഒട്ടനവധി അഡ്വഞ്ചർ റൈഡ് ഉൾപ്പെടെ ഇപ്പോൾ വിസ്മയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ സാധാരണക്കാരായ ആളുകൾ എൻജോയ് ചെയ്യാൻ എത്തുന്നൊരു സ്പേസാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ ഉൾപ്പെടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും വിസ്മയിൽ ഇപ്പോൾ തയ്യാറാണ്. ഈ ഓണക്കാലത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങനെ ഒരു എന്തെങ്കിലും പാക്കേജോ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായും ഓണത്തിന് ഞങ്ങളുടെ റൈഡുകൾക്കൊപ്പം തന്നെ ആളുകളെ എൻജോയ് ചെയ്യാൻ വേണ്ടി, കസ്റ്റമറെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് എനിക്ക് തോന്നുന്നു കണ്ണൂർ വിഷനായി സഹകരിച്ചു ഉൾപ്പെടെ തന്നെ നിരവധി പ്രോഗ്രാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങൾ, അതുപോലെ തന്നെ ഫൺ ഗെയിം ഷോ, അതുപോലെ തന്നെ നാടൻ പാട്ടുകൾ, കൈമുട്ടിക്കളികൾ, അങ്ങനെ കസ്റ്റമേഴ്സിനെ എൻഗേജ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒട്ടനവധി പരിപാടികൾ ഓണത്തിൻ്റെ ഭാഗമായി വിസ്മയ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ വിസ്മയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകർക്ക്. ഇത് ഞങ്ങൾ വിസ്മയ്ക്ക് തരുന്ന ഒരു സ്നേഹ ഉപഹാരമാണ്. ഓണ സമ്മാനം കൂടിയാണ് കണ്ണൂർ വിഷൻ ചാനൽ നൽകുന്ന ഒരു സ്നേഹ ഉപഹാരം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് നിജി. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ക്ഷീണമാണ് മാവേലി, നല്ല ക്ഷീണമുണ്ട്. പക്ഷെ എന്താ അറിയാം, നമുക്ക് ഈ വിസ്മയിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷീണം നമുക്ക് അനുഭവപ്പെടില്ല. കാരണം ഒരു റൈഡ് അങ്ങനെ ഒരുപാട് റൈഡുകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് കയറി മറ്റൊന്ന് കയറി, അപ്പോൾ ഫുൾ ടൈം നമ്മളിങ്ങനെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓണക്കാലഘട്ടം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് വരാം. ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട്, വെറൈറ്റി റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര കൂടെ നമുക്ക് അവസാനിപ്പിക്കാം. അതെ അതെ അല്ലേ? നാളെയുണ്ട് യാത്ര. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു മാവേലിയോടൊപ്പം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇന്ന് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഇനിയും നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ഈ രാജാക്കന്മാരെ കാണാനുണ്ട് അല്ലേ? ഈ ഒരു ബിസിനസ് മേഖലയിലെ രാജാക്കന്മാരെ നമുക്ക് കണ്ടതൊന്നുമല്ല, ഇനിയുണ്ട് അല്ലേ? അതിന് വലിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.